ഒരു സ്നാക്കായിട്ടും കറി കൂട്ടി കഴിക്കാവുന്നതുമായ എണ്ണപ്പത്തിരി അല്ലെങ്കിൽ പൊരിച്ച പത്തിരിയാണ്. നമുക്കിത് ഉണ്ടാക്കാൻ തുടങ്ങാം. മിക്സിയുടെ ജാറിലേക്ക് 1/2 കപ്പ് തിരുമിയ തേങ്ങ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. നമുക്കൊരു 7 ചുവന്നുള്ളി കൂടെ ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് 1/2 ടീസ്പൂൺ ചെറിയ ജീരകം ചേർത്ത് കൊടുക്കാം. ഇത് ഒന്ന് നന്നായിട്ടൊന്ന് അടിച്ചെടുക്കണം. അരഞ്ഞു പോകരുത്, ഒന്ന് ഒതുക്കിയെടുത്താൽ മതിയാകും. നമ്മൾ തേങ്ങ നന്നായിട്ട് ഒതുക്കിയെടുത്തിട്ടുണ്ട്. ഇതൊന്ന് മാറ്റി വയ്ക്കുക. കട്ടിയുള്ള ഒരു പാത്രത്തിലേക്ക് 1 ടീസ്പൂൺ നെയ്യ് ഇട്ട് കൊടുക്കുക. ഇതൊന്ന് മെൽറ്റായി വരട്ടെ. നെയ്യ് നന്നായിട്ട് മെൽറ്റായിട്ടുണ്ട്. നമ്മൾ നേരത്തെ മിക്സിയിൽ ഒന്ന് ഒതുക്കിയെടുത്തിരിക്കുന്ന തേങ്ങ അതിനകത്തേക്ക് ഇട്ട് കൊടുക്കുക. നന്നായിട്ടൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കുക. ഇത് നന്നായിട്ട് ഇത് പച്ചമണമൊക്കെ ഒന്ന് മാറിയിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് 2 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഇത് നന്നായിട്ടൊന്ന് തിളച്ച് വരട്ടെ. ഇതിലേക്ക് നമുക്ക് 1 ടീസ്പൂൺ ഉപ്പിട്ട് കൊടുക്കാം. നന്നായിട്ടൊന്ന് ഇളക്കുക. ഇതൊന്ന് തിളച്ച് വരട്ടെ. നമ്മുടെ വെള്ളം നന്നായിട്ട് വെട്ടി തിളച്ചിട്ടുണ്ട്. ഇതിലേക്ക് നമ്മുടെ വറുത്ത അരിപ്പൊടിയാണ് ചേർക്കാൻ പോകുന്നത്. ഇത് നമ്മുടെ ഇടിയപ്പത്തിനൊക്കെ ചേർക്കുന്ന പോലത്തെ നന്നായി വറുത്ത അരിപ്പൊടി. നന്നായിട്ടൊന്ന് കുഴച്ച് കൊടുക്കണം. തീ ഒന്ന് ഓഫ് ചെയ്ത് കൊടുക്കാം. നന്നായിട്ട് ഇതൊന്ന് കുഴച്ചെടുക്കണം. നമുക്കൊരു വിസ്ക് ഉപയോഗിച്ചത് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കാം. ചൂടായതുകൊണ്ടാണ്. ഇച്ചിരി തണുത്ത് കഴിഞ്ഞിട്ട് നമുക്ക് കൈകൊണ്ട് നന്നായിട്ട് കുഴച്ചെടുക്കണം. സ്പൂൺ നന്നായിട്ട് ചപ്പാത്തിക്ക് കുഴക്കുന്ന പോലെ കുഴച്ചെടുക്കാം. ഇതിലേക്ക് നമ്മൾ മാവ് കുഴച്ച് എടുക്കുന്നതിന് മുമ്പ് ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ എള്ളിട്ട് കൊടുക്കാം. ഇത് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കാം. നന്നായിട്ടിങ്ങനെ കുഴച്ചെടുക്കാം. നമ്മൾ മാവ് നന്നായിട്ട് കുഴച്ച് വെച്ചിട്ടുണ്ട്. ഇതൊന്ന് നമുക്കൊന്ന് പരത്തിയെടുക്കണം. 1 ഇഞ്ച് കനത്തിലാണ് പരത്തിയെടുക്കേണ്ടത്. നമുക്കിത് കൗണ്ടർ ടോപ്പിൻ്റെ മുകളിലേക്ക് ഇട്ട് ഒന്ന് പരത്തിയെടുക്കാം. കൗണ്ടർ ടോപ്പിലേക്ക് കുറച്ച് അരിപ്പൊടി വിതറി കൊടുക്കുക. നന്നായിട്ട് ക്ലീൻ ചെയ്ത് കൗണ്ടർ ടോപ്പാകായിരിക്കണം. ഇതിലേക്ക് നമ്മൾ കുഴച്ച് വെച്ചിരിക്കുന്ന ആ മാവെടുത്തിട്ട് നന്നായിട്ട് പരത്തിയെടുക്കുക. ഇത് നമുക്ക് ചപ്പാത്തി ഇവിടെ ഒരു റോളർ കൊണ്ട് നന്നായിട്ടൊന്ന് പരത്തിയെടുക്കുക. 1 ഇഞ്ച് കനത്തിൽ പരത്തിയാൽ മതി. നമ്മൾ 1 ഇഞ്ച് കനത്തിൽ കണ്ട ഇതേ കനത്തിൽ നമ്മളത് പരത്തിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ഇതുപോലത്തെ ഒരു ഗ്ലാസ് കൊണ്ട് ഇങ്ങനെ വട്ടത്തിൽ ഒന്ന് പത്തിരി ഷേപ്പിലൊന്ന് വെട്ടിയെടുക്കാം. ഇതിങ്ങനെ ഇങ്ങനെ എടുക്കണം. ഇങ്ങനെ ഇതെല്ലാം ഒന്ന് റൗണ്ടിൽ കട്ട് ചെയ്തെടുക്കുക. റൗണ്ടിൽ വെട്ടിയെടുത്ത് നമുക്ക് ഇത് വീണ്ടും ഒന്നുകൂടി ഉരുട്ടി പരത്തിയെടുക്കാം. ഇതെല്ലാം നമ്മൾ നന്നായിട്ട് പരത്തി നല്ല ഷേപ്പിൽ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതെല്ലാം നമുക്കൊന്ന് വറുത്തെടുക്കാം. ഇതിലേക്ക് വെജിറ്റബിൾ ഓയിൽ ഒഴിച്ചിട്ടുണ്ട്. വെളിച്ചെണ്ണയോ ഏത് ഓയിൽ വേണമെങ്കിലും ഒഴിച്ചു കൊടുക്കാം. ഇത് നന്നായിട്ടൊന്ന് തിളച്ച് വരട്ടെ. എണ്ണ നന്നായിട്ട് ചൂടായിട്ടുണ്ട്. നമുക്ക് ഈ എണ്ണയിലേക്ക് ഓരോന്നോരോന്ന് ഇട്ട് കൊടുക്കാം. നല്ലൊരു ഗോൾഡൻ കളറാകുമ്പോൾ നമുക്കത് കോരിയെടുക്കാം. എല്ലാം ഇടയ്ക്കിടയ്ക്ക് ഒന്ന് തിരിച്ചൊക്കെ ഇട്ട് കൊടുക്കണം.
ഇവിടെ ഏകദേശം കടയിൽ നിന്നൊക്കെ വാങ്ങിക്കുന്ന അതേ ടെക്സ്ചറിൽ നമുക്ക് ആയിട്ടുണ്ട്. നമുക്കൊരു 2 മിനിറ്റിൽ എടുക്കാം. നമുക്ക് കോരിയെടുക്കാം. സൂപ്പറായിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇത് നമുക്കൊരു സ്റ്റെയിനറിലേക്ക് മാറ്റാം. അടുത്ത സെറ്റ് നമ്മൾ വറുക്കാനിട്ടിട്ടുണ്ട്. ഇതെല്ലാം ഇതുപോലെ വറുത്ത് ഈ കളറിൽ കോരിയെടുക്കാം. വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്നതാണ് ഈ എണ്ണപ്പത്തിരി അല്ലെങ്കിൽ പൊരിച്ച പത്തിരി. ഇത് ചിക്കൻ കറിയുടെ കൂടെയോ ഒക്കെ കൂട്ടി കഴിക്കാൻ വളരെ സൂപ്പറാണ്. അതുപോലെ ചായയുടെ കൂടെ സ്നാക്കായിട്ടും കഴിക്കാം. നമ്മളിതെല്ലാം ഉണ്ടാക്കി കഴിഞ്ഞിട്ടുണ്ട്. നമുക്കിതൊരു പ്ലേറ്റിലേക്ക് മാറ്റാം. കടയിൽ നിന്നൊക്കെ കിട്ടിയ പോലെ തന്നെ ഇരിക്കുന്നില്ലേ. 500 ഗ്രാം അരിപ്പൊടി കൊണ്ട് 35 എണ്ണം കിട്ടിയിട്ടുണ്ട്. എന്താ നമ്മുടെ നന്നായിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട്. എന്നിട്ട് ഇത് നഖമൊക്കെ നല്ലതുപോലെ ഉണ്ടോ, നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. കണ്ടോ, കണ്ടോ, നല്ലോണം മുരിഞ്ഞിട്ടുണ്ട്. കേട്ടോ, സൗണ്ട് കണ്ടോ. നമുക്ക് കടയിൽ നിന്നൊക്കെ കിട്ടുന്ന പോലത്തെ സൂപ്പർ എണ്ണപ്പത്തിരി നിങ്ങളെല്ലാവരും ഒന്ന് ചെയ്തു നോക്കുക. അതിൻ്റെ കമൻ്റൊക്കെ നമുക്ക് ഇതിനകത്തേക്ക് എഴുതി അറിയിക്കുക. പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. നന്ദി.